നമ്മുടെ എല്ലാ സഹോദരങ്ങൾക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു പ്രിയപ്പെട്ട നമ്മുടെ ഒരു കുഞ്ഞനിയത്തി ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പാവം കുട്ടി എന്നെ വല്ലാണ്ട് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് ആ പൊന്നനിയത്തി വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നി എനിക്ക് അതിനെ തിരുത്തി ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. ഇത് വലിയ റിയാക്ഷൻ വീഡിയോ ആയിട്ടൊന്നും ആരും എടുക്കണ്ട കേട്ടോ. ഇതത്ര വലിയ റിയാക്ഷൻ വീഡിയോ ഒന്നുമില്ല. ഞാൻ നമ്മുടെ സലീന വളപുരം എന്ന് പറയുന്ന ആ ഒരു ഇത്തയില്ലേ, ആ ഒരു ഇത്തയ്ക്കെതിരെ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് കാരണമെന്ന് പറഞ്ഞാൽ മലപ്പുറം ഖദീജ എന്ന് പറയുന്ന ആ യൂട്യൂബ് ചാനലിൻ്റെ ഉടമയായിട്ടുള്ള ആ ഒരു ഖദീജ എന്ന് പറയുന്ന പെൺകുട്ടി വന്നിട്ട് അവൾ ഇടയ്ക്ക് വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കുട്ടി അതിനകത്ത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ആ കുട്ടിക്കും ആ കുട്ടിയുടെ 5 മക്കൾക്കും കൂടി ഈ ഇത്തയെ കാണണമെന്ന് വളരെ ആഗ്രഹമുണ്ടായിരുന്നു. അതിനുശേഷം അവിടെ ചെന്നിട്ട് ഒരു ചെറിയ റീൽസൊക്കെ എടുത്തിട്ട് അടിപൊളിയായിട്ട് തിരിച്ചു വരാമെന്നൊക്കെയുള്ള ആഗ്രഹത്തോടു കൂടിയൊക്കെ ഈ പുള്ളിക്കാരത്തി ആ ഇത്തയെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്തു. അപ്പോൾ ആ സമയത്ത് ഈ പുള്ളിക്കാരത്തി പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്കൊന്ന് ഇത്തയെ കാണണം എന്ന് മാത്രമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഇത്ത പറഞ്ഞു, എന്നെ കാണണം എന്നുണ്ടെങ്കിൽ എനിക്ക് 10,000 രൂപ തരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പറയുന്ന ഖദീജ എന്ന് പറയുന്ന പെൺകുട്ടി വളരെ സങ്കടപ്പെട്ട് ഒരു വീഡിയോയിലേക്ക് വന്നു. ആ കുട്ടിയുടെ ചാനലിൽ ഒരു വീഡിയോ വന്നു. എന്നിട്ട് അതിൽ വന്നിട്ട് പറഞ്ഞു, ഇതുപോലെ എനിക്ക് കാണണമെന്ന് ഞാനും എൻ്റെ മക്കളും കൂടി വരണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞപ്പോൾ 10,000 രൂപ തരണം എന്ന് പറഞ്ഞു. അങ്ങനെ 10,000 രൂപയൊക്കെ തന്നിട്ട് കാണാനുള്ള ഒരു സാമ്പത്തിക ശേഷിയൊന്നും എനിക്കില്ല, 1000 രൂപ പോലും കൊണ്ട് കൊടുക്കാനുള്ള ശേഷിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഖദീജ ഒരിത്തിരി സങ്കടത്തോടു കൂടിയൊക്കെ ഒരു വീഡിയോ ഖദീജയുടെ ചാനലിൽ വന്നിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്കും അത്യാവശ്യം ഒരു ദേഷ്യമൊക്കെ വന്നു എന്നുള്ളത് ശരിയാണ്. കാരണം ഒരു വ്യക്തിക്ക് ഒരാളെ വന്ന് കാണാനുള്ള ആഗ്രഹം കൊണ്ട് പറയുമ്പോൾ അതിന് 10,000 രൂപ ഉണ്ടെങ്കിൽ എന്നെ കാണാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്ക് അതിലൊരു ഔചിത്യ ബോധമില്ലേ, അതെനിക്കിഷ്ടമായില്ല. അങ്ങനെ നമ്മൾ സ്വാഭാവികമായിട്ടും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവരതെടുത്തിട്ട് റിയാക്ഷൻ ചെയ്യും, അത് സർവ്വസാധാരണമാണല്ലോ. അങ്ങനെ ഞാനതെടുത്ത് റിയാക്ഷൻ ചെയ്തു. പക്ഷേ വളരെ മാന്യമായ രീതിയിൽ തന്നെയാണ് ചെയ്തത്. എന്നാൽ പോലും എൻ്റെ ആശയങ്ങൾ ചില സമയത്ത് എനിക്ക് തുറന്നു പറയാതെയൊന്നും വീഡിയോ ചെയ്യാനൊന്നും പറ്റത്തില്ല. അങ്ങനെ ഞാൻ എൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഞാൻ വളരെ സത്യസന്ധമായി തന്നെ ആ ഒരു വീഡിയോയ്ക്കകത്ത് പകർന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സെലീന ഇത്ത വന്നിട്ട് ഇത്തയുടെ ചാനലിൽ ഒരു വീഡിയോ ചെയ്തു. ഇത്ത പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ എന്നെ മാനസിക രോഗി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഹിന്ദു പെണ്ണൊരു വീഡിയോ ചെയ്തു എന്നൊക്കെയാണ് പറഞ്ഞത്. സംഭവം ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് പലരും സെലീന ഇത്തയെക്കുറിച്ചിട്ട് അവർക്ക് ബുദ്ധിയില്ല, അവർക്ക് മാനസിക പ്രശ്നമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് എൻ്റെ ചാനലിൽ വന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട് പലരും. അത് അറിയണം എന്നുള്ളവർ ഞാൻ ഈ സലീനത്തയുടെ വീഡിയോ ഇട്ടതിൻ്റെയൊക്കെ കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്താൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവും ഞാൻ കള്ളമല്ല പറഞ്ഞിട്ടുള്ളതെന്ന്. അപ്പോൾ എന്നിട്ട് ഞാൻ പറഞ്ഞത് അവർക്ക് അങ്ങനെ യാതൊരുവിധ ബുദ്ധിക്കുറവോ ഒരു പ്രശ്നവുമില്ല. അങ്ങനെ ഉള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു യൂട്യൂബർ ആവാൻ പറ്റുകയില്ല എന്ന് തന്നെയാണ് ഞാൻ അതിൽ പറഞ്ഞത്. കാരണം എങ്ങനെയെങ്കിലും ഒരു വീഡിയോ ചിലപ്പോൾ നിർമ്മിക്കാൻ പറ്റുമായിരിക്കും, പക്ഷേ അത് എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് കറക്റ്റാക്കി അത് യൂട്യൂബിൽ പബ്ലിഷ് ചെയ്യണമെങ്കിൽ അത് ഇത്തിരി റിസ്ക് ഉള്ള പണിയാണ്. അപ്പോൾ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് അത്യാവശ്യം ബുദ്ധിയും വിവരവും എല്ലാം ഉണ്ടായിട്ട് തന്നെയാണ് അവരത് ചെയ്യുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്. അതിനെയൊക്കെ വളച്ച് ഒടിച്ച് ഒരു വല്ലാത്ത അവസ്ഥയിലാക്കി നമ്മുടെ ഒരു പൊന്നു കൂടപ്പിറപ്പ്. ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന അതിനെതിരെ ഞാൻ ഈ പറഞ്ഞ വാക്കിനെതിരെ നമ്മുടെ പറയുന്ന ഖദീജ ഒരു വീഡിയോയുമായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ ഖദീജ അതിനകത്ത് പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞാൽ, അതായത് മലപ്പുറം ഖദീജ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ, ആ പെൺകുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത് എൻ്റെയും ഇത്തയുടെയും ഇടയിൽ നടന്നത് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. കാരണം ഇത്ത തെറ്റിദ്ധരിച്ചു, അതായത് ഖദീജ കുട്ടികളെയും കൂട്ടി വന്ന് കാണുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇത്ത തെറ്റിദ്ധരിച്ചത് പ്രൊമോഷൻ വീഡിയോയോ എന്തോ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും എന്നാണ് ഇത്ത തെറ്റിദ്ധരിച്ചത്. അപ്പോൾ അതിന് കൂലിയായിട്ടാണ് 10,000 രൂപ അവർ ആവശ്യപ്പെട്ടിരുന്നത്. അതേസമയം ഖദീജ തെറ്റിദ്ധരിച്ചത് ഇത്ത ജസ്റ്റ് ഒന്ന് മുഖം കാണണമെന്ന് പറഞ്ഞതിൻ്റെ ഒരു പൈസയായിട്ടാണ് 10,000 രൂപ ചോദിച്ചത് എന്നാണ് ഇവർ രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിദ്ധാരണയായിരുന്നു എന്ന്. അത് നമുക്കാർക്കും അറിയില്ലല്ലോ. അങ്ങനെ ഞാൻ പിന്നീട്
ഈ പറയുന്നത് പോലെ ഞാൻ ചെയ്ത വീഡിയോയിൽ ഖദീജയുടെ ഫോട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു തമ്പനയിലിൽ. അങ്ങനെ ഖദീജ വന്നിട്ട് എൻ്റെ ചാനലിൽ വന്നിട്ട് പറഞ്ഞു, ചേച്ചി എൻ്റെ ഫോട്ടോ മാറ്റി തരണം, തമ്പനയിലൊന്ന് മാറ്റി ചേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ മോളെ എന്ന് പറഞ്ഞു. ഞാൻ അതുപോലെ തന്നെ ഖദീജയൊക്കെ ഒഴിവാക്കിയിട്ട് ഈ പറയുന്ന എന്താണ് നമ്മുടെ സലു ഇത്തയെ കൂടി തമ്പനയിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ഇവരുടെ ഫേസൊക്കെ മറച്ചിട്ടാണ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്, തമ്പനയിൽ ഇട്ടിട്ടുണ്ടായിരുന്നത്. അത് കണ്ടവർക്കൊക്കെ അറിയാം. പിന്നീട് ഈ ഖദീജ വന്നിട്ട് ഖദീജയുടെ ചാനലിൽ വന്നിട്ട് പിന്നെ ഞാനും ഇത്തയും തമ്മിലുള്ള ഒരു തെറ്റായ ധാരണയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വീഡിയോ ചെയ്തു. പിന്നെ എൻ്റെ ലൈവിൽ വന്നിട്ട് ഖദീജ പറഞ്ഞു, ചേച്ചി അതായത് ഈ ഒരു സംഭവം നടന്നതിന് ശേഷം ഞാൻ ഖദീജയെ പറഞ്ഞ വാക്കുകളുണ്ടല്ലോ, ഞങ്ങൾ തമ്മിലുള്ള തെറ്റായ ധാരണയായിരുന്നു, നമ്മൾ തമ്മിലുള്ള പ്രശ്നത്തെ ഇനി ആരും എടുത്തിട്ട് ഇതാക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ആക്കരുത്, നമ്മൾ തമ്മിലുള്ള ഒരു തെറ്റിദ്ധാരണയാണ്, അത് നമ്മൾ തമ്മിൽ പറഞ്ഞു തീർത്തു എന്ന് പറഞ്ഞിട്ട് ഖദീജ വന്നിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ അങ്ങനെയൊക്കെ എന്തിട്ടാലും അവരെടുക്കും മോളെ, പൊന്നുമോളെ ഖദീജയെ, മറ്റുള്ളവരുടെ അടുത്തായാലും കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്. അപ്പോൾ ഞാൻ അതെടുത്തിട്ട് അതിലൊരു വീഡിയോ ചെയ്തിട്ട് അതിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, കാള പെറ്റെന്ന് കേൾക്കുന്നതിന് മുമ്പേ കയറെടുക്കല്ലേ മോളെ ഖദീജെ, ഒരു കാര്യം വരുമ്പോൾ അത് സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുമ്പോൾ അതൊന്നുകൂടി ഒന്ന് ആലോചിച്ചതിന് ശേഷം മാത്രം പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു, മോളെ ആദ്യം ഒരാളുടെ അടുത്ത് ഒരു കാര്യം സംസാരിക്കുമ്പോൾ അവരെന്താണ് പറയുന്നതെന്ന് വ്യക്തമാക്കുക, അതിന് ശേഷം മാത്രം. അതല്ലെന്നുണ്ടെങ്കിൽ അത് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പബ്ലിക്കായിട്ട് വീഡിയോ ചെയ്യുമ്പോൾ അത് കാണുന്നവരെടുക്കും എന്നുള്ളൊരു ബോധം ഉണ്ടാവണമെന്ന് പറഞ്ഞിട്ടായിരുന്നു ഞാൻ ആ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നീട് ഖദീജ എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ ചാനലിൽ വന്നിട്ട് പറഞ്ഞു, ചേച്ചി ഞാൻ ഇനി ചേച്ചിയുടെ ലൈവിൽ വരില്ല, ചേച്ചിയോട് ഞാൻ മിണ്ടത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിണങ്ങി പോയി ഖദീജ മോള്. ഞാൻ പറഞ്ഞു, സാരമല്ല മോളെ, ഞാൻ സത്യസന്ധമായിട്ട് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ഏറ്റവും അധികം കടുത്ത ഭാഷയിൽ റിയാക്ട് ചെയ്തിട്ടുള്ളത് ആ ഒരു അപ്പി ബൈജുവിനോടൊക്കെ മാത്രമാണ്. അല്ലാതെ ഒരിടത്തൊക്കെ ഞാൻ റിയാക്ട് ചെയ്യാറുണ്ടെങ്കിലും ഭാഷകളിൽ വലിയ വൃത്തികേടൊന്നും വച്ചിട്ടൊന്നും ഞാൻ അങ്ങനെ അധികം റിയാക്ട് ചെയ്യാറില്ല. ഈ പറയുന്ന സലു ഇത്തേൻ്റെ കാര്യത്തിലായാലും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ഞാനതിൽ ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സലു ഇത്തയ്ക്ക് 10,000 രൂപ കൊടുത്തിട്ട് ഒരാൾക്ക് അത്രയും ആഗ്രഹത്തോടു കൂടി മുഖം കാണാനായിട്ട് വരുന്ന ഒരാൾക്ക് ഒരു നോക്ക് കാണണം എന്നുണ്ടെങ്കിൽ ഇവരെന്താ ഹണി റോസ് ആണോ, അതോ ദിവ്യ ഉണ്ണിയാണോ, നവ്യ നായരാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ സത്യം തന്നെയാണ്, അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ചോദിച്ചതിൽ ഒരു തെറ്റും എനിക്കിപ്പോഴും തോന്നുന്നില്ല, എനിക്ക് നാളെ തോന്നാനും പോകുന്നില്ല. കാരണം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഓരോരുത്തരും പറയുന്ന വാക്കുകളൊക്കെ ഉണ്ടല്ലോ, ശരിക്കും അത്രയും മോശമായ വേർഡുകളാണ് പലരും ഉപയോഗിക്കുന്നത്. ഞാൻ അത്രയും മോശമായിട്ടുള്ള വേർഡ് വെച്ചിട്ട് ഞാൻ ആരോടും റിയാക്ട് ചെയ്യാറില്ല. അപ്പോൾ ചെയ്യാറുണ്ടില്ലെന്നല്ല, അപ്പി ബൈജു ഷൈനി അങ്ങനെയൊക്കെയുള്ള കുറച്ച് ആളുകളുടെ അടുത്തല്ലാതെ. അപ്പോൾ ഇത് കേട്ടിട്ടുള്ള സമയത്ത് ഈ ഒരു കാര്യം വെച്ചിട്ട് നമ്മുടെ ഒരു സഹോദരി ഇപ്പോൾ ഒരു റിയാക്ഷൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അവർ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ പിന്നെ നെഗറ്റീവ് മാത്രം എടുത്തിട്ട് ആ നെഗറ്റീവിൻ്റെ തന്നെ കുഞ്ഞു ഭാഗം മാത്രം എടുത്തിട്ടാണ് ആ സഹോദരി റിയാക്ട് ചെയ്തിരിക്കുന്നത്. അതിൽ ഈ ഒരു സഹോദരി പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, പ്രമോഷൻ വീഡിയോ ചെയ്യുന്ന എല്ലാവരും 40,000 30,000 അവർക്ക് ബോധിക്കുന്ന വില തന്നെയാണ് അവർ ചോദിച്ച് മേടിക്കുന്നത്. ഇവിടെ സലൂത്ത 10,000 രൂപ ചോദിച്ചതിൽ എന്താണ് തെറ്റ് എന്നാണ് ഈ സഹോദരി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എനിക്ക് ആ സഹോദരിയോട് ചോദിക്കാനുള്ള ഒരേ ഒരു കാര്യമേ ഉള്ളൂ, അത് നമ്മുടെ ഇടയിൽ വന്ന പ്രശ്നമല്ല. അത് നിങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ഖദീജയോടാണ് ചോദിക്കേണ്ടത്, എന്നോടല്ല ചോദിക്കേണ്ടത്. ഖദീജയും സലു ഇത്തയും തമ്മിലുള്ള തെറ്റിദ്ധാരണയുടെ പുറത്തായിരിക്കും ഒരു പക്ഷേ ആ ഒരു വീഡിയോ ഉരുത്തിരിഞ്ഞ് വന്നത്. പക്ഷേ എന്നാലും അത് പിന്നീടാണ് മറ്റുള്ളവരിലേക്ക് എത്തുക. പക്ഷേ ഫസ്റ്റ് എത്തിയ വീഡിയോ എന്ന് വെച്ചാൽ, സലൂത്ത ഞാനും എൻ്റെ 5 മക്കളും കൂടി കാണാനായിട്ട് പോകുന്ന സമയത്ത് എൻ്റെ ഭർത്താവ് പോലും അനുവാദം തരാതിരുന്ന സമയത്ത് ഞാൻ കരഞ്ഞും കാല് പിടിച്ചും എങ്ങനെയെങ്കിലും നിർബന്ധിച്ച് അനുവാദം ചോദിച്ചിട്ട് ഒരു നമ്പറൊക്കെ തപ്പിയെടുത്ത് ഇത്തയെ വിളിച്ചപ്പോൾ, മുഖം കാണിക്കണമെങ്കിൽ ഇത്തയെ ഒന്ന് കാണണമെന്നുണ്ടെങ്കിൽ 10,000 രൂപ തന്നേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്ത ഖദീജയോട് വേണം നിങ്ങൾ ആദ്യം അത് ചോദിക്കാനായിട്ട്, അല്ലാതെ ഈ എന്നോടല്ല. പിന്നെ റിയാക്റ്റ് വീഡിയോ ചെയ്യുന്നവർ
അവരെടുത്തിട്ട് റിയാക്ട് ചെയ്യും. അപ്പോൾ അത് പിന്നീട് ഖദീജയ്ക്ക് മാനസാന്തരം വന്നു, അല്ലെങ്കിൽ അവർ തമ്മിൽ പരസ്പരം അവരുടെ ആ ഒരു തെറ്റിദ്ധാരണയൊക്കെ മാറ്റിയിട്ട് അടുത്ത വീഡിയോ ഇന്നല്ലെങ്കിൽ നാളെ വരും എന്നുള്ള ധാരണയിലൊന്നും ആരും മുന്നോട്ട് പോവില്ല. അപ്പോൾ കാണുന്ന കാര്യങ്ങളാണ് അവർ വീഡിയോ ആയിട്ട് എടുക്കുന്നത്. ആദ്യം നിങ്ങളത് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ഖദീജയെ പറയൂ, എന്നോടല്ല അത് പറയേണ്ടത്. അങ്ങനെ ഞാനതിൻ്റെ ഇതായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ പറ്റിയിട്ട് നമ്മുടെ ഈ യൂട്യൂബർ പറയുന്നത് എന്നെയാണ് തെറ്റ് പറഞ്ഞിട്ട് പറയുന്നത്. എന്നിട്ട് അവർ ചോദിക്കുന്നുണ്ട്, ചേച്ചി നിങ്ങൾ കുറച്ചുകൂടി ഒന്ന് റീച്ചായി കഴിഞ്ഞാൽ, നിങ്ങളെ ആരെങ്കിലും ഇതുപോലെ പ്രൊമോഷൻ വീഡിയോയ്ക്കോ മറ്റോ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു 10-35,000 രൂപയൊക്കെ മേടിക്കാതെ ഫ്രീ ആയിട്ട് പോയി ചെയ്തു കൊടുക്കുമോ? അത് മാത്രമാണ് ഇത്രയും ചെയ്തിട്ടുള്ളത് എന്നാണ് പറയുന്നത്. എൻ്റെ പൊന്നു സഹോദരി, ഈ പറയുന്ന ഖദീജ അങ്ങനെ അല്ല പറഞ്ഞതെന്ന് നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കുക. അവർ പറഞ്ഞത് മുഖം കാണുന്നതിന് 10,000 രൂപ കൊടുക്കണം എന്നാണ്. അപ്പോൾ ആ പറഞ്ഞതിന് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഞാൻ മാത്രമല്ല, ഒരുപാട് നിങ്ങൾ ഏത് ചാനലിൽ പോയി നോക്കി റിയാക്ട് ചെയ്യുന്ന എല്ലാ ചാനലുകാരും നന്നായിട്ട് എടുത്തിട്ട് കുടഞ്ഞിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു കുറച്ചെങ്കിലും മാന്യമായ ഭാഷയിൽ സംസാരിച്ചിട്ടുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ താങ്കൾ അതൊക്കെ കൂടി ഒന്ന് പോയി കാണൂ. എന്നിട്ട് വളരെ മോശമായിട്ട് റിയാക്ട് ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അവരുടെ ചാനലിലുള്ള വീഡിയോകളൊക്കെ എടുത്തിട്ട് നിങ്ങളൊന്ന് ഇതുപോലെ ഒന്ന് റിയാക്ട് ചെയ്യൂ. അതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ലത്. കാരണം വളരെ മോശമായ രീതിയിൽ സലീന ഇത്തയ്ക്ക് കിളി പോയി എന്നൊക്കെയുള്ള രീതിയിൽ റിയാക്ട് ചെയ്യുന്ന ഒരുപാട് യൂട്യൂബർമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാലും കാണും. പക്ഷെ ഞാൻ അത്തരത്തിലൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്തായാലും ഇവരെ ഒന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ച് തരാം. എല്ലാം ഒന്നും കേൾപ്പിക്കാൻ പറ്റത്തില്ല. കാരണം ഇവർ അവിടെയും ഇവിടെയും തൊടാതെ ഞാൻ പറഞ്ഞിട്ടുള്ള എൻ്റെ വായിൽ നിന്ന് വീണ നെഗറ്റീവ് മാത്രം തോണ്ടിയെടുത്താണ് ഇവർ വീഡിയോ വെച്ചിരിക്കുന്നത്. എന്താ ചെയ്യുക? യൂട്യൂബുമായിട്ട് മുന്നോട്ട് പോണത്. അപ്പോൾ പല ആൾക്കാരും വിചാരിക്കണം യൂട്യൂബിൽ അങ്ങോട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല കാറ് വാങ്ങിക്കാം, വീട് വാങ്ങിക്കാം, ചക്ക വാങ്ങാം, മാങ്ങ വാങ്ങാം എന്നൊക്കെ ഒരു കുന്തവുമില്ല. അതൊക്കെ ഉണ്ട്, വാങ്ങുന്നവരുണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. യൂട്യൂബിൽ 4 വീഡിയോ ഇട്ടാലേ കൊട്ടക്കണക്കിന് പൈസ ഒന്നും യൂട്യൂബ് നമുക്ക് തരൂല മക്കളെ. ഞാൻ കുറച്ചു കാലം ആയിട്ട് ഇതിൽ നിൽക്കാൻ തുടങ്ങി. എൻ്റെ പൊന്നു കൂടപ്പുറപ്പേ, ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. യൂട്യൂബിൽ വീഡിയോ ഇട്ടെന്നും പറഞ്ഞ് കൊട്ടക്കണക്കിനൊന്നും പൈസ വരില്ല എന്നൊക്കെയുള്ള കാര്യം നന്നായിട്ട് അറിയാം. പിന്നെ വരും വലിയ വലിയ വ്ളോഗൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഒക്കെ, അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ, അതായത് യൂട്യൂബിലേക്ക് പണം നന്നായിട്ട് എറിഞ്ഞ് വീഡിയോ ചെയ്യുന്ന ആളുകൾക്ക് ഒരുപക്ഷെ സാധിക്കും, ഇല്ലെന്നൊന്നും പറയണ്ട. പക്ഷെ നമ്മളെപ്പോലുള്ളവർക്കൊന്നും പറ്റില്ല. അരി മേടിക്കാനുള്ള കിട്ടിയാലേ കിട്ടിയില്ലെങ്കിലേ അത്രയേ ഉള്ളൂ. പിന്നെ നല്ല കണ്ടന്റുള്ള വീഡിയോസ്, വൈറലായിട്ടുള്ള വീഡിയോസിന് മാത്രമാണ് നമുക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടുള്ളൂ. അപ്പം നിങ്ങൾക്ക് പലർക്കും ഒരു സംശയമാണ്. അപ്പോൾ ഈ വലിയ വലിയ യൂട്യൂബേഴ്സൊക്കെ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിയിട്ട് കാർ വാങ്ങി, വീട് വാങ്ങി, പറമ്പ് വാങ്ങി, ഗോൾഡ് എടുത്തു എന്നൊക്കെ പറയുന്നത് നുണയാണോന്ന്? അല്ല, നുണയല്ല. ഒരു യൂട്യൂബിൻ്റെ എന്താ പറയുക, യൂട്യൂബിൽ ഒരു വീഡിയോ ഇടുമ്പോൾ നമുക്ക് യൂട്യൂബിൽ നിന്നുള്ള ഏണിങ്സ് മാത്രമല്ല, അപ്പോൾ യൂട്യൂബിലൂടെ തന്നെ ബിസിനസ് ചെയ്ത് വരുമാനം ഉണ്ടാക്കുന്നവരുണ്ട്. അത് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം എന്നാണ് പറയാറ്. ഇപ്പോൾ ഞാൻ എൻ്റെ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്നത് യൂട്യൂബ് വഴിയാണ്. അപ്പോൾ ആ യൂട്യൂബിലൂടെ കിട്ടുന്ന ഒരു വരുമാനമാണ് അത്, അല്ലേ? അതുപോലെ തന്നെ യൂട്യൂബിലൂടെ നമുക്ക് പല രീതിയിലൂടെ വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അതിൽപ്പെട്ട ഒരു കാര്യമാണ് ഈ പ്രൊമോഷൻ വീഡിയോസ് ചെയ്യാന്നുള്ളത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു സെലീന താത്ത ചോദിച്ചത് വളരെ ചെറിയ എമൗണ്ടാണ്. കാരണം ഞാൻ എൻ്റെ പ്രൊഡക്റ്റ് പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് കേരളത്തിൽ നിലവിലുള്ളതിൽ നല്ല ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു ഫാമിലി വ്ളോഗൊക്കെ ചെയ്യുന്ന 2 ആൾക്കാരെ കോൺടാക്ട് ചെയ്തപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞത് 45,000 രൂപയാണ്. അപ്പോൾ 45,000 രൂപ അവർക്ക് കൊടുത്തിട്ട് വീഡിയോ ചെയ്യുന്നവരൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ എൻ്റെ പൊന്നു സഹോദരി, ഇതൊന്നും നമ്മളെ ബന്ധിക്കുന്ന കാര്യമൊന്നും അല്ലല്ലോ. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഖദീജ പറഞ്ഞതിന് മറുപടിയാണ് ഞാൻ പറഞ്ഞത്. അതിനെ പറ്റിയിട്ട് പറഞ്ഞ് വെറുതെ ചൊറിയാൻ നിന്നിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ അവിടെ ഇരുന്ന് പറയാനേ പറ്റൂ. ഖദീജ പറഞ്ഞത് എന്താണ്? നിങ്ങൾ ആദ്യം ഖദീജയുടെ വീഡിയോ എടുത്തിട്ട് നിങ്ങൾ റിയാക്ട് ചെയ്യൂ. അതായിരിക്കും കൂടുതലായിട്ട് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. മനസ്സിലായില്ലേ? ഖദീജയാണ് ഈ കാര്യകാരണങ്ങൾ മുഴുവനും ഉണ്ടാക്കിയത് ഖദീജ തന്നെയാണ്. ഞാൻ ഖദീജയെ കുറിച്ചിട്ട് ഞാൻ ഇതുപോലെ റിയാക്ഷൻ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്താ നിങ്ങൾ കണ്ടില്ലേ? ചെയ്യുന്ന, ഞാൻ ആരും പേരെടുത്ത് പറയുന്നില്ല, ഹെയർ ഓയിലൊക്കെ ചെയ്യുന്ന ഒരു താത്ത അവരുടെ വീട്ടിൽ പോയിട്ടുണ്ട്, സെലീന താത്തയുടെ വീട്ടിൽ പോയിട്ടുണ്ട്. 10,000 രൂപ വേണം, പൈസ വേണം, നിങ്ങൾ ഇത്താനെ കാണാൻ പറ്റുള്ളൂ എന്നാ പറഞ്ഞ. ഡ്രസ്സോ അതുപോലെ തന്നെ മാക്സി, ചുരിദാറോ ഒന്നും കൊണ്ടല്ല, 14 രൂപ ഉണ്ടെങ്കിൽ എന്നെ കാണാനായിട്ട് എന്നോട് പറഞ്ഞതില്ല. 14 എന്റെ പൊന്നെ, എന്തൊക്കെയാ ഈ കേൾക്കുന്നത്? ഇപ്പോ സെലീന താത്തയ്ക്ക് വേണ്ടിയിട്ട് വാദിച്ച ആളുകൾക്കൊന്നും ഒന്നും പറയാനില്ലേ? അല്ല, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് കേൾക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന് കമന്റ് ചെയ്തേക്കണേ. എന്താ പറയാനുണ്ട്? ഒരു കാര്യം ചോദിക്കട്ടെ ചേച്ചി, ചേച്ചിയുടെ ചാനൽ വളർന്നങ്ങ് പന്തലിച്ച് പോയാൽ ഒരു 30,000 രൂപ തരാം, ചേച്ചി ഒരു പ്രൊമോഷൻ വീഡിയോ യൂട്യൂബിൽ ചെയ്തു തരാൻ ചോദിച്ചാൽ ചേച്ചി ചെയ്യില്ലേ?
യൂട്യൂബ് ഒരു വരുമാന മാർഗമാക്കി എടുക്കുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ട് അത് ചെയ്യും. അത് തന്നെയാണ് ഇവിടെ സെലീന താത്തയും ചെയ്തിട്ടുള്ളൂ. താത്താടെ സമയവും കളഞ്ഞ് താത്ത വീഡിയോ എടുത്ത് മറ്റുള്ളവരുടെ മുന്നിൽ നിന്ന് വീഡിയോ എടുത്ത് അവരെ സപ്പോർട്ട് ചെയ്ത് അവർ ബിസിനസ് ഒരു നല്ല ലെവലിലോട്ട് കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു എമൗണ്ട് ചോദിച്ചു വാങ്ങാനുള്ള അവകാശം സെലീന താത്താക്ക് ഉണ്ട്. അതൊരിക്കലും ഒരു നെഗറ്റീവായിട്ട് പറയരുത്. നിങ്ങൾ തന്നെ അന്വേഷിക്കുക. പല യൂട്യൂബേഴ്സ് എൻ്റെ പൊന്നു കൂടപ്പുറപ്പേ, ഇതൊന്നും നെഗറ്റീവായിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. അതാണ് ഞാൻ നേരത്തെയും പറഞ്ഞത്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഖദീജയുടെ ചാനലിൽ നിന്ന് ഖദീജയെ എടുത്തിട്ട് നിങ്ങൾ ഈ പറയാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയേണ്ടത് ഉത്തരയോടല്ല, ഖദീജയോടാണ്. കാരണം ഈ വിഷയം ഇവിടെ എങ്ങനെയാണ് ഉണ്ടായത്? നിങ്ങൾ പറയൂ, ഈ ഒരു സബ്ജക്റ്റ് എങ്ങനെ വന്നു? ഇത് ഖദീജയാണ് ഈ ഒരു സബ്ജക്റ്റ് കൊണ്ടുവന്നത്. ഈ പറയുന്ന സെലീന എന്ന് പറയുന്ന സ്ത്രീ ശരിക്കും പറയുകയാണെങ്കിൽ അവരുടെ ഏജ് വെച്ച് നോക്കുകയാണെങ്കിൽ എൻ്റെ ഇളയതാണ്, 4-5 വയസ്സിന് ഇളയതാവത്തേ ഉള്ളൂ അവർ. ഞാൻ ഇത്താന്ന് വിളിച്ചത് അവരോടുള്ള ബഹുമാനം കൊണ്ടാണ്. കാരണം ഞാൻ അവരെ ഇത്താന്നല്ലാതെ പേര് പറഞ്ഞ് സംസാരിക്കുകയാണെങ്കിൽ പലരും പറയും ഞാൻ അവരെ ബഹുമാനിക്കാതെ പറഞ്ഞു എന്ന് പറയും. അങ്ങനെയൊക്കെ പറയുന്ന ആളുകളും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. ശരിക്കും പറയുകയാണെങ്കിൽ സെലീനയെ കുറിച്ചിട്ട് ഇത്തരത്തിൽ ഒരു അപവാദം പറഞ്ഞത് ഏത് തെറ്റിദ്ധാരണയുടെ പേരിലായാലും അപവാദം തന്നെയാണ്. മനസ്സിലായില്ലേ? നമുക്കുള്ളവർ പറയുമ്പോൾ ഹാ, നിങ്ങൾക്കുള്ളവർ പറയുമ്പോൾ ഓഹോ എന്ന് പറയരുത്. അതൊട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല. ഞാൻ തുറന്നു പറയും. എന്നെ സ്നേഹിക്കുന്നവരോ എന്നെ ഇഷ്ടപ്പെടുന്നവരോ ഇഷ്ടപ്പെട്ടാൽ മതി. ഓക്കെ, എന്നെ അറിയാവുന്നവർക്കറിയാം എൻ്റെ ക്യാരക്ടർ എന്താണെന്ന്. എന്നെ അറിയാവുന്നവർക്കെല്ലാം അറിയാം. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇങ്ങനെ പ്രതികരിക്കേണ്ടത് എന്നെയല്ല. നിങ്ങൾ ആദ്യം എന്താണ് ഖദീജയെ ചാനലിൽ വിളിച്ചിട്ട് ഖദീജയെയാണ് നിങ്ങൾ റിയാക്ട് ചെയ്യേണ്ടിയിരുന്നത്. ഖദീജയല്ലേ ഈ പ്രശ്നങ്ങളുടെ എല്ലാം തലക്കെട്ട്? ഓർത്ത് നോക്ക്. ഇവർ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാക്കാതെ ഇവരെ എടുത്തിട്ട് ഫസ്റ്റ് റിയാക്ട് ചെയ്തത് ഖദീജ തന്നെയാണ്. ഖദീജ പറഞ്ഞ രീതി വേറെയാണെന്നുള്ളതേ ഉള്ളൂ. ഞാൻ എൻ്റെ ഇക്കാനോട് ചോദിച്ചു, ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ അനുവാദം മേടിച്ചപ്പോഴത്തേക്ക് ഇത്ത പറഞ്ഞു 10,000 രൂപ തരണം എന്ന് പറഞ്ഞ് ഭയങ്കര സങ്കടമായി. ഞാൻ കരഞ്ഞു. എൻ്റെ മക്കളടുത്തൊക്കെ ഞാൻ ഇനി എന്ത് പറയും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പുള്ളിക്കാരത്തി സങ്കടപ്പെട്ടപ്പോഴത്തേക്ക് നമ്മളൊരു സാധാരണ വ്യക്തിയെക്കുറിച്ചിട്ടാണ് ഒരാൾ ഇങ്ങനെ പറയുന്നതെങ്കിൽ നമ്മളത് മൈൻഡ് ചെയ്യില്ല. പക്ഷേ ഈ പറയുന്ന സെലീന എന്ന് പറയുന്ന ഇത്രയും ഫേമസ് ആയിട്ടുള്ള, നിങ്ങൾക്ക് തന്നെ പറയുന്ന ഒരു വളരെ ഫേമസ് ആണെന്ന്, അപ്പോൾ അവരെ പോലെ അത്രയും വലിയ ഹൈ ലെവലിൽ നിൽക്കുന്ന ഒരു സെലിബ്രിറ്റിയെ കുറിച്ചിട്ട് ഇങ്ങനെ ഒരാൾ അഭിപ്രായം പറയുമ്പോൾ അത് സ്വാഭാവികമായിട്ടും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എല്ലാവരും എടുത്തിട്ട് റിയാക്ട് ചെയ്യും. അതിന് വിഷമിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നത്, ഒരു കാര്യം, അതാണ് ഞാൻ വീണ്ടും പറയുന്നത്, ഒരു കാര്യം നമ്മൾ പറയുന്നതിന് മുമ്പ് ഒന്നുകൂടി ഒന്ന് ആലോചിക്കുക. ഇതിനെല്ലാത്തിനും കാരണക്കാരി ഖദീജ തന്നെയാണ്, വേറെ ആരുമില്ല. ഖദീജ ഒന്നുകൂടി ഓർക്കണമായിരുന്നു. അല്ലെങ്കിൽ ഖദീജ 10,000 രൂപ തരണം എന്ന് പറയുന്ന സമയത്തിന് ഇത്തയെ ഒന്ന് കണ്ടാൽ മാത്രം മതി, അതിന് എന്തിനാണ് 10,000 രൂപ എന്ന് അവരുടെ കൂടെ ചോദിക്കണമായിരുന്നു. അത് ചോദിക്കാതിരുന്നിട്ട് ഖദീജ, അതല്ലെങ്കിൽ ഖദീജയുടെ ഭർത്താവും കുട്ടികളുമായിട്ടും ബന്ധുക്കളുമായിട്ടും ഇത് ഷെയർ ചെയ്യായിരുന്നു. പകരം ഖദീജ ചെയ്തത് എന്താണ് അവർ യൂട്യൂബ് പോലുള്ള ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഈ ഒരു കാര്യം അവതരിപ്പിച്ചു. വളരെ സങ്കടത്തോടു കൂടി അവർ ഈ ഒരു വീഡിയോ ഒരു വീഡിയോ ഇട്ടു, ഈ ഒരു കാര്യം വെച്ചിട്ട്. അതുമാത്രമല്ല, അവരത് പ്രൈവറ്റാക്കി തന്നെ ഇട്ടു. അപ്പോൾ അപ്പോൾ എല്ലാവരും ഇത് കയറി കണ്ടു. അപ്പോൾ കണ്ടവർ ഞാൻ മാത്രമല്ല, ഒരുപാട് പേര് പ്രതികരിച്ചിട്ടുണ്ട്. നിങ്ങൾ ഓരോ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരുടെ ചാനലിൽ പോയി നോക്കൂ. ഞാൻ മാത്രമേ പ്രതികരിച്ചോളാമെന്ന് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ ഏറ്റവും മാന്യമായ ഭാഷയിൽ പ്രതികരിച്ചത് ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അതാണ് അപ്പോൾ കാര്യം. പിന്നെ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഈ പറയുന്ന ഖദീജ പ്രതികരിച്ച സമയത്ത് ഈ മോണിറ്ററേഷൻ ഓണാക്കി വെച്ചിട്ടാണോ ഓഫാക്കി വെച്ചിട്ടാണോ പ്രതികരിച്ചതെന്നൊന്നും എനിക്കറിയില്ല. അതേക്കുറിച്ചൊന്നും എനിക്കറിയില്ല. പക്ഷേ വീഡിയോ പബ്ലിഷ് ചെയ്ത് പബ്ലിക്കാക്കി വെച്ചിട്ട് പ്രതികരിക്കുമ്പോൾ അത് കാണുന്ന റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെടുത്തിട്ട് റിയാക്ട് ചെയ്യും. ഇപ്പോൾ താങ്കൾ ചെയ്തതും അത് തന്നെയല്ലേ? അതായത് ഞാൻ പറഞ്ഞ കാര്യങ്ങളുടെ നെഗറ്റീവ് മാത്രം കുഞ്ഞു കുഞ്ഞു പോർഷനായിട്ട് കാണിച്ചിട്ട് താൻ റിയാക്ട് ചെയ്തില്ലേ? അതിന് ഞാൻ പ്രതികരിച്ചിട്ട് കാര്യമുണ്ടോ? റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ അങ്ങനെ റിയാക്ട് ചെയ്യും. മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞ ഒരുപാട് പോസിറ്റീവ്, ആ വീഡിയോയുടെ കാൽ ഭാഗത്തിൽ നിന്ന് എൻ്റെ വായിൽ നിന്ന് വന്ന ആ നെഗറ്റീവ് മാത്രം എടുത്തിട്ടാണ് താൻ റിയാക്ട് ചെയ്തിരിക്കുന്നത്. അതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയാണ് റിയാക്ട് ചെയ്യുന്നത്. പിന്നെന്താ പറയുന്നത്? ബെസ്റ്റ് ഓഫ് ലക്ക്.